വാണിയംകുളം കൺവെൻഷൻ പെന്തക്കോസ്തിന്റെ തനിമയിൽ ആത്മശക്തിയുടെ നിറവോടെ ദൈവത്താൽ നടത്തപ്പെടുന്ന ചർച്ച് ഓഫ് ഗോഡ് ഗോസ്പൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 6 മുതൽ 12 വരെ വാണിയംകുളം അവിൽമിൽ റോഡിന് സമീപം നടക്കുന്നു. ദേവദാസന്മാരായ ജി രാജു, ജെയ്സ് പാണ്ടനാട്, ലിബിൻ കാക്കനാട്, ബിനു പൗലോസ്, ബൈജു തിരുവനന്തപുരം, സുനി ഐക്കാട്, കെ രഞ്ജിത്ത്, ബാബു ചെറിയാൻ എന്നിവർ വചന പ്രഘോഷണം നടത്തുന്നു. ഓൾമൈറ്റി വർഷിപ്പ് ടീമിനൊപ്പം സംഗീത സാന്ദ്രമായ ആരാധനയും രോഗികൾക്കായി പ്രത്യേക പ്രാർത്ഥനകളും ഈ മഹായോഗത്തിന്റെ സവിശേഷതയാണ്. ആത്മീയ ഉണർവിന്റെ ഈ വചന വിരുന്നിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9946862010. നാട്ടിൻ പുറത്തെ കർഷകരുടെ സമഗ്ര പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് കിസാൻ മേള സംഘടിപ്പിച്ച കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ നാട്ടിൻ പുറത്തെ കർഷകരുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് കിസാൻ മേള സംഘടിപ്പിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് നടന്ന മേളയിൽ കർഷകർക്കായി വിവിധ പരിശീലന പരിപാടികളും കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ഒരുക്കിയിരുന്നു. അങ്ങനെ അത് അറിയുന്നവർ മേടിക്കും. ഇപ്പോൾ എനിക്കൊരു കോയമ്പത്തൂർ ഒരു ബയറെ കിട്ടി. അവർ ഓർഗാനിക് മാത്രം അവിടെ അപ്പോൾ അവരിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്. അപ്പം നമുക്കൊരു ഓർഗാനിക്കിൻ്റെ വില കിട്ടാൻ തുടങ്ങി. മറ്റേത് സാധാരണ ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിന് നമ്മളൊരു കടയിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ 16 രൂപ, 18 രൂപ, 12 രൂപയെ തരുള്ളൂ. എനിക്കിത് 50 രൂപ കിട്ടുന്നു കിലോ. അപ്പോൾ അത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ എനിക്കത് കുറെ കൂടെ ഒരു ഇതാവും. ഇപ്പം എല്ലാം നഷ്ടമാണ്, അത് കുഴപ്പമില്ല. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രശാന്തി മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കുറച്ചൊരു പ്രായം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം പലവിധ രോഗങ്ങൾ വന്ന് കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആരോഗ്യസ്ഥിതി. അപ്പൊ അതൊന്ന് മാറ്റം വരുത്തണമെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ നല്ല ഭക്ഷണവും മറ്റും കഴിച്ചാൽ മാത്രമാണ്. നമ്മളെ കീടനാശിനിയും അതുപോലെ തന്നെ രാസവളമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പച്ചക്കറികളും അതുപോലെയുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊരു മാറ്റം വരുത്താൻ കർഷകർക്ക് നന്നായി സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇത്തരം പദ്ധതികളിലൂടെ നമ്മൾ ഇറങ്ങി തിരിച്ച് പ്രവർത്തിക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു രീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന കർഷകരെ ഞാൻ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി എന്താ പറയുക, അവർക്ക് അഭിനന്ദിക്കുകയാണ്. നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ രംഗത്തൊക്കെ തന്നെ പ്രാവീണ്യം തെളിയിച്ച പല കർഷകരും ഇന്ന് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരാൾ തന്നെയാണ് രാജു നാരായണസ്വാമിയൊക്കെ. അതുപോലെ മറ്റു കർഷകരുമുണ്ട്. അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നത്. എത്ര അധികം റിസ്ക് എടുത്തിട്ടാണ് അവരൊക്കെ ഈ ഒരു രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറയാം, പ്രതികൂല സാഹചര്യങ്ങൾ ഒട്ടേറെ ഉണ്ട്, വന്യമൃഗ ശല്യങ്ങളായാലും മറ്റുമൊക്കെ. അപ്പൊ അതിന്റെ ഇടയിലൊക്കെ നന്നായി ഫൈറ്റ് ചെയ്തുകൊണ്ട് നൂതനമായ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഈ കൃഷിയെ അത്ര കണ്ട് സ്നേഹിച്ചുകൊണ്ട് വൈസ് പ്രസിഡന്റ് കെ അനിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനങ്ങൾക്ക് ഹാനികരമാകുന്ന ഒരു തരത്തിലുള്ള മരുന്നുകളും ഉപയോഗിക്കാതെ തന്നെ ജൈവ കൃഷി എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്ന് കഴിവ് തെളിയിച്ചവരാണ് ഈ മുന്നിലിരിക്കുന്നത്. അവർ വിവിധ മേഖലകളിലായി തിരിഞ്ഞ് ഇന്ന് കൃഷിയുടെ കൂടി അല്ലെങ്കിൽ വിവിധ കൃഷി വകുപ്പുകളുടെ കൃഷി ഇവിടെ സ്വാഗതത്തിൽ പറഞ്ഞ പോലെ 6 പഞ്ചായത്തിൽ നിന്നുള്ള കൃഷി വകുപ്പിന്റെ കൃഷി ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ഇവിടെ വിവിധ സ്റ്റാളുകൾ ഇവിടെ നടത്തുന്നു. ആ സ്റ്റാളുകളിലൊക്കെ നമ്മളുടെ ഈ ജൈവ കൃഷികളുണ്ട്. കൃഷിക്ക് ആവശ്യമായ മറ്റു കാര്യങ്ങൾ, നമ്മുടെ കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഉപയോഗകരമായ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള സ്റ്റാളുകളുണ്ട്. ഇതെന്താ കൊണ്ടും ഇങ്ങനെ തുടർ പ്രവൃത്തിയായിട്ട് തന്നെ പോകേണ്ടതുണ്ട്. എന്നാലാണ് നമ്മുടെ ജനങ്ങളിലേക്ക് കൃഷിയുടെ ബുദ്ധിമുട്ടുകൾ. ഇപ്പൊ ഞാൻ ഇവിടെ വരുമ്പോൾ നമ്മുടെ പറഞ്ഞത് ഒരു പഴയന്നൂരുള്ളത് ആ പുഴയിലെ മാലിന്യത്തെ കുറിച്ചാണ്. ആ മാലിന്യം കയറിയിട്ടാണ് വെള്ളം വരുന്നത് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ അത്രത്തോളം പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന തരത്തിൽ കൂടി കൃഷിയെ വ്യാപിപ്പിച്ചുകൊണ്ടാണ് ഈ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ കൃഷിക്കാരും കൃഷി ചെയ്യുന്നത് എന്ന് നമുക്ക് അറിയുമ്പോൾ തന്നെ നമ്മുടെ പഴയന്നൂർ മേഖലയ്ക്കും പഴയന്നൂർ ബ്ലോക്കിനും അത് അഭിമാനകരമായ ഒരു നേട്ടമായിട്ട് തന്നെയാണ് കാണുന്നത്. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സ്വപ്ന എസ് പദ്ധതി വിശദീകരണം നടത്തി. അവിടെ നിങ്ങളുടെ പറമ്പിലൊക്കെ ശരിക്കും മണ്ണിരയുടെ പുറ്റ് കാണാം അല്ലെ? സ്വാഭാവികമായിട്ട് മണ്ണിരയുടെ പുറ്റ് കാണാം. അത് മണ്ണ് തിന്നുന്ന ഇരകളാണ്, മണ്ണിര. പക്ഷെ ഇപ്പൊ നമ്മള് ഈ ജൈവ മാലിന്യങ്ങളെ വളമാക്കാൻ അങ്ങനെയുള്ള മണ്ണിരകളെ നമ്മൾ
ഇറക്കുമതി ചെയ്തിട്ടുണ്ട് ആഫ്രിക്കയിൽ നിന്ന്. ആരെങ്കിലും അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടോ? യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മണ്ണിര വാങ്ങിച്ചിട്ടുണ്ട് അല്ലെ? യൂട്രലസ് യൂജീനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. അതിന്റെ പ്രത്യേകത അത് മണ്ണല്ല തിന്നുക, ഈ ജൈവ മാലിന്യങ്ങളാണ് തിന്നുക. അപ്പൊ അതുകൊണ്ടൊരു ഗുണം, പെട്ടെന്ന് ഇതിനെ ഇതുപോലെ 1-1.5 മാസം കൊണ്ട് നമുക്ക് അതിനെ കമ്പോസ്റ്റ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. അപ്പൊ നമ്പർ 1 മണ്ണിര കമ്പോസ്റ്റ്. നമ്പർ 2 കോഴിക്കാഷ്ടമാണ്. കോഴിക്കാഷ്ടത്തിന്റെ ഒരു ഗുണം എന്താണെങ്കിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിലെ നൈട്രജന്റെ അളവ് ചാണകത്തെ അപേക്ഷിച്ച് ഒന്നുകിൽ ഇരട്ടിയാവാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അതൊന്ന്. 2, കോഴിക്കാഷ്ടത്തില് കാൽഷ്യവും ഉണ്ട്, മെഗ്നീഷ്യവും ഉണ്ട്. ഇത് രണ്ടുമുള്ള ഒരു സാധനം നമ്മൾ കടയിൽ നിന്ന് വാങ്ങി തെങ്ങിനൊക്കെ ഇടാറുണ്ട്. പറയാൻ പറ്റുമോ? കിസാൻ മേളയുടെ ഭാഗമായി പ്രകൃതി കൃഷി എന്ന വിഷയത്തിൽ കാർഷിക സെമിനാറും അത്യാധുനിക കാർഷിക യന്ത്രങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിച്ചു. ഇത് 100% ജൈവ രീതിയിൽ ഞാൻ സ്വന്തം പാടത്ത് ചെയ്തെടുക്കുന്ന അരിയാണ്. ഇതിൽ 50% തവിടുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചും ഡയബറ്റിക്സും അത് പ്രമേഹമുള്ളവർ അല്ലെങ്കിൽ ഒരു ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഫൈബറാണ്. അപ്പോൾ ഫൈബർ എത്ര കഴിക്കുന്നുവോ അത്രയും അവർക്ക് നല്ലതാണ്. ഇതിലപ്പോൾ തവിടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഫൈബറായി. അതേപോലെ ചുവന്ന അരി, ഇത് രണ്ടും ഏത് പ്രമേഹ രോഗികൾക്കായാലും ശരി, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം ഉള്ള രോഗികൾക്കായാലും ശരി, അവർക്ക് ഏറ്റവും കൂടുതൽ സൗകര്യമുള്ളതാണ്. എനിക്ക് എൻ്റെ സ്വന്തം അനുഭവം എന്ന് പറഞ്ഞാൽ, എൻ്റെ അടുത്ത് വന്നു പോയിരുന്ന ഇത് വാങ്ങിയിട്ടുള്ള ഒരാൾ, കൊരട്ടി എന്നുള്ള ആളാണ്. അവർ പറയുന്നു അവരവരുടെ സാധാരണ പ്രമേഹത്തിനുള്ള മരുന്ന് വളരെയധികം കുറച്ചു എന്ന് പറയുന്നു. ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറഞ്ഞു. സ്വന്തം പാടത്തുണ്ടാക്കുന്നതാണ് ഇത്. തണ്ണിമത്തനായാലും ശരി, മറ്റ് പച്ചക്കറികളായാലും ശരി, ഞങ്ങൾ ഒന്നും ചെയ്യാതെ ജൈവാമൃതവും മറ്റ് മിത്രകീടങ്ങളും മാത്രം ഉപയോഗിച്ച് ചെയ്തെടുക്കുന്ന. ജൈവോൽപ്പന്നങ്ങളുടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും വിപണന സ്റ്റാളുകൾ കർഷകർക്കേറെ പ്രയോജനകരമായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അശോക് കുമാർ PR, BT ജയന്തി, KM അസീസ്, KP ഷാജി, KK ശൈലജ, പഴയന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വിനീഷ് കുമാർ KV, പഴയന്നൂർ കൃഷി ഓഫീസർ തെസ്നിമോൾ TM എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഏറ്റവും കൂടുതൽ ഫണ്ട് കാർഷിക മേഖലയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ചെലവഴിച്ചിരിക്കുന്നത്. അത് എല്ലാവരും കൂടി കൃഷി രാഷ്ട്രീയം നോക്കാതെ ഇരുന്നുകൊണ്ടുള്ള ഒരു തീരുമാനമായിരുന്നു. കാർഷിക മേഖല എങ്ങനെ നമുക്ക് പുരോഗതിയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ. അങ്ങനെ ആ ഘട്ടത്തിൽ കൃഷിക്കാർക്ക് ആവശ്യമായ വെള്ള സൗകര്യങ്ങളും അതുപോലെ ചാല് നിർമ്മാണം, തോട് നിർമ്മാണ സംവിധാനങ്ങൾ, നമ്മുടെ കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനത്തിലും നിങ്ങൾ എല്ലാവരും പങ്കാളികളാകണമെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. മികച്ച നിലവാരമുള്ള നടീൽ വസ്തുക്കളുടെ വിതരണവും മേളയുടെ ഭാഗമായി നടന്നു. CCV ന്യൂസ്, പഴയന്നൂർ.